ഹലോ കേക്കാവോ? എവിടെ ഉണ്ട് എല്ലാരും? ഞാൻ ഗ്യാങ് ഒരു മിനിറ്റ് ഇതാ വരുന്നത്. ഒരു സെക്കൻഡ്, നിങ്ങക്ക് റേഡിയോ കാണൂലല്ലോ? റേഡിയോ 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 കാണോ നിങ്ങക്ക്? ഇപ്പൊ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഓ നമ്മള് ചന്ദ്രൻ വന്നില്ലേടാ? അയ്യോ ഓപ്ഷന്റെ കാര്യം ഞാൻ ഇന്ന് അവൈലബിൾ ആണ്. എവിടാ എന്തിട്ട ചെങ്ങായി? ഹലോ ആ ഒന്നുമില്ല സാറേ, EMS ആണോ നോക്കി പെട്ടെന്ന് കണ്ടില്ല. എടാ ഞാൻ ഇവിടെ താഴെയുണ്ട്. എവിടെ മോളിൽ? ഇവിടെ എന്താ ആംബുലൻസ് ഒക്കെ? എന്താ മറ്റേ വിസ്മയ തുമ്പത്തില് റീത്താനെ പോലത്തെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇമാജിനറി ഗേൾ ഫ്രണ്ട് ചതിച്ചെന്ന് പറഞ്ഞ് അവൻ ബിൽഡിങ്ങിന്റെ ഇവിടെ ആത്മഹത്യ ചെയ്ത്. ഇവിടെ നടുവൊക്കെ തല്ലി കിടക്കുക. ഇപ്പൊ റീത്താനെ മാത്രം ഓർമ്മയില്ല, നമ്മളൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്നത്. ആളെന്തി ഇവിടെ കിടക്കുക. ഈ അവസ്ഥ കാണാൻ വയ്യ. അണ്ണാ അവന് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ അവന് ഓർമ്മ വരുന്ന പറഞ്ഞു. ഞാൻ കൊറേ വിളിച്ചു. മൈദപ്പൂറാടാ എന്തി അവൻ എനിക്ക് കാണുന്നില്ല. എനിക്ക് കാണുന്നില്ല അവനെ. കൈകാലികളും ചലിപ്പിക്കും. അയ്യോ ഇപ്പൊ കാണാം. ഹലോ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ അവന് ഓർമ്മ വരുന്ന പറഞ്ഞു. SRK മോനെ കേക്കാവോ ഞാൻ പറയുന്നേ? ബോധം പോയി. ഇത് അണ്ണൻ ഇവന് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം. അണ്ണൻ മറ്റേ ടിവിയിൽ വെൽക്കം ചെയ്യുന്ന ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ട്രിഗർ ചെയ്യണതാണോ? സന്തോഷം വരുന്നതാണോ? ഓർമ്മ ട്രിഗർ ചെയ്യുന്നത്. അയ്യോ ക്യാം സൈസ് കേസ്. ഒരു സെക്കൻഡ്, കുറച്ചില്ല ഒരു സെക്കൻഡ്. എടാ സന്തോഷം വരുന്നത് വേണോ? എന്ത് വേണോ? എന്തെങ്കിലും ട്രിഗർ ചെയ്താൽ ഓർമ്മ ട്രിഗർ ചെയ്താൽ മതി. എന്തെങ്കിലും പറഞ്ഞാൽ മതി. ട്രിഗർ ചെയ്താൽ മതി അല്ലേ? SRK വെൽക്കം ടു TVA. ഇവിടെ കീരിയുണ്ടോ? നിന്നോട് പറഞ്ഞു മൈദ. എനിക്ക് തോന്നുന്നു പകർച്ചവ്യാധി എന്തോ ആണിത്. ഹലോ SRK മോനെ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പാപ്പം തരാൻ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്താടാ കേട്ടില്ല? ഇത് നിന്റെ തന്ത, ബാക്കിയുള്ള നിന്റെ 10 തന്തമാര്. കൊറേ സമയം നിന്നോട് പറയുന്നേ. ഞാൻ മദാര, ഇത് വാസുവണ്ണ, ഇത് ജൂഡ്, ഇത് കീരിക്കാടൻ ജോസ്, ഇത് ജുഗുറു, ഇത് ആഷി. എടാ ഇത്രയും പേര് നീ ഒന്ന് എണ്ണീറ്റ് നടന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവോ മോനെ? നിനക്ക് എന്താ പറ്റിയത്? നിനക്കൊന്നുമില്ല, നമ്മളെല്ലാം കൂടല്ലേ? ഹലോ മൈദ, ഞാനാണിത്. കണ്ണു എഴുതി പുറത്ത് പെയിന്റ് അടിച്ച് നടക്കണ. എടാ മോനെ SRK, എടാ ഇവന് ബോധം വരുമ്പോ തിരിച്ച് ലൈനപ്പിൽ നിന്ന് മാറ്റി സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഇട്ടേരാട്ടാ. സെക്യൂരിറ്റി ആയിട്ട് ഇട്ടേരെ. മൈദ ഞാനാ മൈദപ്പൂറാ. ഇതൊന്നും ട്രിഗർ ആവണില്ലടാ. ഇവന് ട്രിഗർ ആവാൻ എന്തിനു ചെയ്യും? മൈദപ്പൂറെന്ന് വിളിച്ച് പെട്ടെന്ന് ട്രിഗർ ആവുന്നേ. അതുപോലും ഇതാവുന്നില്ല. പറഞ്ഞാലേ
മൈദേ നീ എന്തെങ്കിലുമൊക്കെ വെച്ച് കിട്ടി റീത്തായിട്ടൊന്ന് കുറച്ചു നേരം സഹകരിക്കാൻ അവന്റെ കൂടെ. മുടിയൊക്കെ നിന്നോടല്ല ആശേ. അല്ല വില്ലു നിനക്കും പറ്റുമോ? പറ്റും ഇല്ല എന്നെ കൊണ്ട് വരുന്നില്ല. ചിലവരുണ്ട് ഏട്ടായി കാപ്പി മോനെ നിനക്ക് ഓർമ്മയില്ല ഇറക്കം കേട്ടോ. ജിഗുറു ഹലോ വാസന, ആക്ച്വലി പുള്ളിക്ക് ബോബോയ് മാമനെ അവരൊക്കെ ഓർമ്മയുള്ളൂ. ആരെയൊക്കെ ഓർമ്മയുള്ളത്? മാമനെയോ? ബോബോയ് മാമൻ, റെബേക്ക. അവനെ ഇപ്പൊ മാമൻ. ഞാൻ ഒന്ന് ചോദിച്ചു നീ റബ്ബേക്കാരാ? മോനെ, നിനക്ക് മോന്റെ അഭിപ്രായത്തിൽ മോൻ ആരൊക്കെ ഉണ്ട് കൂട്ടുകാരായിട്ട്? ആ ബോബോയ്, ബോബോയ്. പിന്നെ വേറെ ആരാ കൂട്ടുകാരായിട്ടുള്ളേ? വേറെ മാമൻ. ആ പിന്നെ വേറെ ആരാ കൂട്ടുകാരായിട്ട്? ഇല്ലാത്തവരെല്ലാരും ഉണ്ട്. റബേക്കയാ? ഇവൻ ഏത് സെർവറിലിരിക്കുന്നു? ഏത് റബേക്ക? കൊപ്രസാദിയാ? പ്രഭാകരനാ? ഇവന്റെ അച്ഛനായിരിക്കും. ഇവന്റെ അച്ഛനായിരിക്കും. കൊപ്രഭാകരനാണോ നിന്റെ അച്ഛൻ? അല്ല. പിന്നെ വേറെ ഏതെങ്കിലും കൂട്ടുകാരെ ഓർമ്മയുണ്ടോ? ഇല്ല. താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്. നിനക്ക് എന്നെ ഓർമ്മയില്ല. നീ മരിക്കുന്നതിന് മുന്നേ നിന്നെ 300 കോടി എന്റെ പേരിലല്ലേ എഴുതി വെച്ച സാർക്ക്. ഞാൻ മൈദേ ഞാൻ ചോദിച്ചു. നീ മനുഷ്യനാവേ ഒന്നും എടുക്കില്ല. നീ ഏതാ സാർക്ക് ചന്ദ്ര കണക്ട് ഓർമ്മ പോയോ? ഹലോ, ഇതിപ്പോ എന്ത് പറഞ്ഞു ട്രിഗർ ചെയ്യും സാർക്ക്? പംബോക്സ് നടക്കാൻ പോവാൻ അതിന്റെ വർക്കാണ്. ഒരു ദിവസം നിന്നപ്പോ ഞാൻ കാണാൻ വന്ന ഓർമ്മയുണ്ടോ? അർജന്റായിട്ട് വിളിക്കാമോ? വാറാണോ? ആരെങ്കിലും ഒന്ന് റീത്തായിട്ട് വാടാ. എനിക്കറിയത്തോന്ന് ഡീവന്റെ അച്ഛനൊന്നും. ഒന്ന് വെളിയിലോട്ട് വന്നേ മന്ദാരം, ഒന്ന് വെളിയിലോട്ട് വന്നേ. ഹലോ ആ ചന്ദ്ര എവിടേക്കുന്ന്? എന്ത് പറ്റിയടോ? അണ്ണാ എസ് ബോംബ് ഓപ്ഷൻ ആണോ? സ്ഥലങ്ങളൊന്നും ഇല്ല. പൈസക്കാണെന്ന് തോന്നുന്നു. പൈസ ഇല്ലേ കയ്യില്? 2000 കോടിക്ക് മുകളിലാവുന്നാ പറയുന്നേ. എത്ര കോടി വേണം? എനിക്ക് ആ പമ്പ് വേണം. ചന്ദ്രന്റെ എത്ര കോടിയുണ്ട്? നമ്മളതില് അരിച്ചു പറയും. ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരുടെ കാശ് വാങ്ങി എല്ലാം കൂടി നോക്കി ഒരു 500. 500. ചന്ദ്ര അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാനൊരു 500. എന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഞാനൊരു 500. 500 ഉണ്ടോ? 500 ആയിട്ടില്ല. എന്റെ ഇപ്പൊ കറക്റ്റ് കയ്യിലെടുക്കാൻ 34 കോടി രൂപയുള്ളൂ. ബാക്കി സെറ്റ് ചെയ്യണം. എടാ എല്ലാരും വന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഓർമ്മ പോയൊരു പുണ്ട് കിടപ്പുണ്ട്. അവന്റെ എങ്ങനെ പോയാലും 100 കോടി ഉണ്ടാവും. അവന്റെ 300 കോടി എന്തുകൊണ്ട്? അയ്യോ, അവനെ എന്തെങ്കിലും കുത്തിയിട്ട് കുറച്ച് ഓർമ്മ വരുത്തണ. ഈ കാര്യം പറയട്ടെ, ഈ അവന് ഉള്ള ഓർമ്മ കൂടെ പോകും. അവന്റെ കീ നിനക്ക് തന്നില്ലേ പറഞ്ഞേ? ആരകി അതിലൊന്നൊന്നുമില്ല. അതിലൊരു അടിയുമില്ല. അവന്റെ ജെട്ടി പോലും ഇല്ല. ആണല്ലേ? മേടിച്ചു തരാം ചന്ദ്രൻ, നീ വിഷമിക്കല്ലേ. എല്ലാ മൈരന്മാരെയും കൊന്നിട്ടാണെങ്കിലും ശരി, ഞാൻ ഒറ്റയ്ക്ക് വിളിക്കും. വാറടിക്കാൻ ഞാൻ റെഡിയാണ്. ഓപ്ഷന് വരുന്ന മിസ്റ്റർ എക്സിന് വരെ അടിക്കാൻ ഞാൻ റെഡിയാ. 19 പേരെ വിളിച്ചാ പറഞ്ഞ. 19 പുള്ളിക്കന്റെ ഭാര്യ അങ്ങനെ ആള് എന്തോ ഫോണും തരും അതിനകത്തല്ലേ. പുള്ളിക്കന്റെ ഭാര്യനെ വിളിക്കാവോ? ഒന്ന് വരൂ സാറൊന്ന് വരൂ. അങ്ങനെ ഒരാളില്ല. ഇവന്റെ കുണം വെച്ച് സിറ്റിയിൽ ഒരു പെണ്ണും ഇവന്റെ അടുത്തോട്ട് ഇവനെ രക്ഷിക്കാൻ സഹകരിക്കാൻ വരില്ല. ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2 ഇഡലിയൊക്കെ വെച്ച് ഞാൻ മറ്റേ സൗണ്ട് ഒക്കെ മാറ്റി വന്ന് സംസാരിക്കാം. ലാസ്റ്റ് ഓപ്ഷൻ അതാണ്. അതിന്റെ അപ്പുറത്തൊരു ഓപ്ഷനേ ഇല്ല. അതാണ് അവസാനത്തെ ഓപ്ഷൻ. അതിന് ഞാൻ റെഡിയാ വേണമെങ്കിൽ. സാറായാലും മതി കേട്ടോ. സാറിന് നീലമുടിയൊക്കെ വെച്ച് പറ്റും സാറിന്. 2 ഇഡലി ഇഡലിയൊക്കെ സ്പോൺസർ ചെയ്യാം.
വാസു ആ പറഞ്ഞു വാസു ഇടാ വാ സീരിയസ് ആണ് കേട്ടോ. നമുക്ക് മാക്സിമം എല്ലാവരും കടം സാറേ, പറഞ്ഞോ. വാങ്ങിക്കാം ഇപ്പൊ അലീനെ കുറച്ച് ഫണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കടം വാങ്ങിക്കാം. ഞാൻ ഒരു കാര്യം പറയാം, കടം വാങ്ങിക്കുന്ന മാത്രം പോരടാ, ഈ എന്റെ എമൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു കൊടുക്കാന്ന് ഉറപ്പ് തരുവാണെങ്കിൽ ഞാൻ മേടിക്കാൻ റെഡിയാ. ആണോ മേടിക്കാം, ഞാൻ കുറച്ചെടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. അല്ല ചന്ദ്ര ഇതിപ്പോ എസ് പമ്പല്ലേ? എടാ അറിയുന്ന ആരൊക്കെ ഉണ്ടോ നല്ല കാശുള്ളേ? ഹലോ 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 നല്ല കാശുള്ള ഒരു സെക്കൻഡ്. കോച്ച് നീ കൂടെ വന്നേ, സമയമില്ല, നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. അന്നാ ഞാനേ ആധാരം എടുത്തായിരുന്നു ഗ്യാങ് ഹൗസിന്റെ. അത് ഞാൻ ഒരു മാസം എടുത്ത് വെച്ചോളാം. കുഴപ്പമില്ല, നീ എടുത്തോ. കോച്ച് എന്താ വിളിച്ചേ? ഓ മാർട്ടിൻ സർ സംസാരിക്കുന്നു വിളിച്ചു. എടാ സാബ് ഗുരുവിന്റെ കയ്യിൽ നമ്മൾ 50 കോടി മേടിച്ചായിരുന്നു. ഒരു ആവശ്യത്തിന് എടുക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫാ. റിട്ടേൺ എനിക്ക് വേണ്ട. എത്ര കോടി വേണം മിന്നോ? കോച്ച് നമുക്ക് എത്ര കോടി ആണേലും കുഴപ്പമില്ല, മാക്സിമം ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റണം. സാബുരി തല്ലുവിന് വെല്ലുവിളിച്ചതാ. ഇറങ്ങിയിട്ട് റീഫ്രഷ് അടിയടാ. നമ്മളൊക്കെ സഹോദരങ്ങളാ. ഇത് ചാർജ് ആവൂലേ? എടാ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് റിയൽ ലൈഫിലാണേലും ചില സമയത്ത് ഫോൺ എടുക്കുമ്പോ ഇങ്ങനെയല്ലേ ഫോൺ. ഞാനാണെ കുത്തിയിട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കുകയില്ല. ഏപ്പിയുടെ പേര് പറയല്ലേ, ഒന്നും നടന്നില്ല, ഏറ്റവും അവസാനം പുള്ളിയെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കാം. നിങ്ങൾ തരണ കണക്ക് നോട്ട് സാബ്ഗുരു ഇല്ലടാ. പിന്നീട് കാലൻ ഡീലർഷിപ്പ്, മീനൂട്ടി, മസാര. ഞാനൊരു കാര്യം പറയട്ടാ, ഈ തരുന്ന കാശെല്ലാം 50 നോട്ട് ചെയ്യോ എല്ലാവരുടെയും? എടാ മൊത്തം എമൗണ്ടിന് കണക്ക് വേണേ, ഫുൾ എമൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു കൊടുക്കണം, അല്ലെ നമുക്ക് നമ്മൾ ഒരുമാതിരി മറ്റേ തെണ്ടി മേടിച്ചതുപോലെ ഇപ്പോ. സത്യം പറഞ്ഞ ഫുൾ എമൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് തിരിച്ചു കൊടുക്കണം. ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് വെക്കാം. കേക്കാവോ? ഹലോ, ഏറ്റവും കുറവ് ഇത് നടക്കുന്ന ഒരു പമ്പാണ് എസ് പമ്പ്. കഴിഞ്ഞത് P47 ആഷിഖിന്റെ കയ്യിലായിരുന്നു ആ പമ്പ് ഉണ്ടായിരുന്നത്. എന്റെ കയ്യിൽ ഇപ്പം കറന്റ് 25 ഉള്ളൂ. ഞാൻ അത് ഇവിടെ ഒരു ഡ്രസ് ഷോപ്പിന്റെ പേര് തന്നെ നമ്മുടെ ഗ്യാങ്ങിന്റെ ഫാമിലിയുടെ പേരാണ്. ഇവിടെ കാർലോ. ഈ ഹർലിന് അധികം പുറത്തിറക്കണ്ട. ഞാൻ ഇപ്പൊ വരാവേ.